Hello dear students, welcome to Phoenix Technos. Kerala PSC Polytechnic lecturer Analog Electronics ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ബേസ്ഡ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ടുവേർഡ്സ് ദ ഇൻപുട്ട് എന്തുണ്ട്? ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് പോകുന്നത് ടുവേർഡ്സ് ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന എവിടെയാണ്? നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. ഈ സർക്യൂട്ടിലെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ടോപ്പോളജിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. 4 ഡിഫറെന്റ് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ IAS ഗേറ്റ് ISR അതുപോലുള്ള എക്സാംസിലൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് തന്നിട്ട് അവിടുത്തെ ഫീഡ്ബാക്ക് ടോപ്പോളജി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് അറിയേണ്ട പോയിന്റ് നമുക്കറിയാം, ഒരു നോർമൽ വോൾട്ടേജ് ആംപ്ലിഫയർ എടുത്താൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും, വെരി ലാർജ് ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ആംപ്ലിഫയർ. ഒരു ഇൻപുട്ടില് വോൾട്ടേജ് ആണ് എന്താണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണെങ്കിൽ ഓൾവേസ് ഇൻപുട്ടിൽ എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. ദെർഫോർ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. കറണ്ട് ആണെങ്കിൽ നേരെ റിവേഴ്സ് ആയിരിക്കും. ഇൻപുട്ടില് ഷണ്ട് ആയിരിക്കും, ഷണ്ട് കണക്ഷൻ ആയിരിക്കും. ദെർഫോർ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. സിമിലർലി ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന സിഗ്നൽ വോൾട്ടേജ് ആണെങ്കിൽ ഷണ്ട് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ദെർഫോർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ലോ ആയിരിക്കും. നേരെ റിവേഴ്സ് കറണ്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന എങ്ങനെയായിരിക്കും? സീരീസ് ആയിട്ടായിരിക്കും. ദെർഫോർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. അന്നേരം ഈ ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരുന്നാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ ഫീഡ്ബാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഈ പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ്. ആ പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്താണ്? വോൾട്ടേജ് V0 ആണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് പറയാം, ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് ഫീഡ്ബാക്ക് ഇൻപുട്ടിലോട്ട് എടുക്കണമെങ്കിൽ ദ ഫീഡ്ബാക്ക് സിഗ്നൽ അറ്റ് ദ ഔട്ട്പുട്ട് എന്തായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും. ഫീഡ്ബാക്ക് സിഗ്നൽ ഔട്ട്പുട്ടില് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് വരണമെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തായിരിക്കണം? ഷണ്ട് ആയിരിക്കണം. ദെർഫോർ നമുക്ക് പറയാം, ഔട്ട്പുട്ടില് ദ ഫീഡ്ബാക്ക് സിഗ്നൽ V0 ആയിരിക്കും. ദെർഫോർ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഔട്ട്പുട്ടില് ഷണ്ട് കണക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന സിഗ്നൽ വോൾട്ടേജ് ആയിരിക്കും. ദെർഫോർ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഷണ്ട് ആയിരിക്കും. ഒന്നുകിൽ അങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന പോയിന്റ് ബിഫോർ ദ ലോഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ അസ്യൂം ചെയ്യുന്നു, ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടുത്തെ വോൾട്ടേജ് ആണ് V0 എന്ന് അസ്യൂം ചെയ്യുന്നു. ഈ റിമൈനിങ് നെറ്റ്വർക്ക് ഇല്ലെന്ന് അസ്യൂം ചെയ്യുന്നു. ഈ ലോഡ് റെസിസ്റ്റൻസിന് തൊട്ടിപ്പുറത്ത് നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ V0യുടെ തൊട്ടിപ്പുറത്തെ പോയിന്റിൽ നിന്നാണ് ഫീഡ്ബാക്ക് എടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഷണ്ട് കണക്ഷൻ ആയിരിക്കും. Therefore, before the load resistor അല്ലെങ്കിൽ before the load ഔട്ട്പുട്ടിൽ ലോഡ് ഫീഡ്ബാക്ക് കൺസിഡർ ചെയ്താലും ഓൾവേസ് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഔട്ട്പുട്ടില് ഷണ്ട് കണക്ഷൻ ആയിരിക്കും. Therefore, നമുക്ക് പറയാം, ഈ സർക്യൂട്ടിലും ഈ പർട്ടിക്കുലർ സർക്യൂട്ടിലും ഫീഡ്ബാക്ക് എടുത്തിരിക്കുന്നത് എന്താണ്? ബിഫോർ ദ കറണ്ട് സോഴ്സ് ആണ്. Therefore, ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഷണ്ട് കണക്ഷൻ ആയിരിക്കും. Therefore, ഔട്ട്പുട്ടിലെ എന്താണ് കണക്ഷൻ നമുക്ക് കിട്ടി? ഷണ്ട് ആയിരിക്കും. ഇനി ആ സിഗ്നല് ഇൻപുട്ടിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത വോൾട്ടേജ് സിഗ്നൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വഴിയാണ് എവിടെ കൊടുക്കുന്നത്? ഇൻപുട്ടിൽ കൊടുക്കുന്നത്. Therefore, ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് അക്രോസ് എന്തായിരിക്കും? 1 കിലോ ഓം റെസിസ്റ്റർ ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് ഫീഡ്ബാക്ക് എടുത്താൽ നമുക്ക് പറയാം, ഈ 1 കിലോ ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ബിക്കോസ് ഓഫ് ദ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്. Therefore, നമുക്ക് പറയാം, ഇൻപുട്ടിലെ കണക്ഷൻ എന്തായിരിക്കും? സീരീസ് കണക്ഷൻ ആയിരിക്കും. അറിഞ്ഞിരിക്കുക, ഇൻപുട്ടില് വോൾട്ടേജ് തന്നെയാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്. Therefore, വോൾട്ടേജ് സിഗ്നൽ ഇൻപുട്ടിൽ വരണമെങ്കിൽ നമുക്കറിയാം, ഒരു വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ എന്തായിരിക്കണം? സീരീസ് കണക്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? വെരി ലാർജ് ആയിരിക്കണം. Therefore, ഇവിടുത്തെ ഇൻപുട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ എന്തായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും. Therefore, നമുക്ക് പറയാം, ഇൻപുട്ടിലെ കണക്ഷൻ എന്തായിരിക്കും?
സീരീസ് കണക്ഷൻ ആയിരിക്കും. therefore the total topology എന്തായിരിക്കും? ഇൻപുട്ട് കണക്ഷൻ ഹൈഫൺ ഔട്ട്പുട്ട് കണക്ഷൻ ആയിരിക്കും. therefore the feedback topology is സീരീസ് ഷണ്ട് ആയിരിക്കും. therefore ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം, ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ഇൻപുട്ടിൽ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ the feedback signal goes towards the second terminal other than the input terminal ആണെങ്കിൽ ഇൻപുട്ട് ടെർമിനലിൽ ഫീഡ്ബാക്ക് കൊടുക്കേണ്ട അതർ ടെർമിനൽ ആണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതെങ്കിൽ ഓൾവേസ് ഇൻപുട്ടിൽ എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. എക്സാമ്പിൾ, ഈ സെയിം ക്വസ്റ്റ്യൻ ഇവിടുത്തെ ഫീഡ്ബാക്ക് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഈ ഫീഡ്ബാക്ക് റിമൂവ് ചെയ്തിട്ട് ഇൻപുട്ട് സോഴ്സിന്റെ സെയിം ബ്രാഞ്ചിലോട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്താൽ ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് സിഗ്നലും ഇൻപുട്ടും കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്താണ്? സെയിം ആണ്. therefore ഈ ടൈപ്പ് ഓഫ് കണക്ഷൻ എന്തായിരിക്കും? ഷണ്ട് ആയിരിക്കും. ഈ ടൈപ്പ് ഓഫ് കണക്ഷൻ എന്തായിരിക്കും? ഇൻപുട്ടില് ഷണ്ട് കണക്ഷൻ ആയിരിക്കും. therefore ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇൻപുട്ടിലെ ഫീഡ്ബാക്ക് സിഗ്നൽ എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും, നോട്ട് ദ വോൾട്ടേജ്. therefore അറിഞ്ഞിരിക്കുക, ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കുന്നത് ഇൻപുട്ട് സോഴ്സിൽ അല്ലെങ്കിൽ ഇൻപുട്ട് സോഴ്സ് ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഓൾവേസ് ഇൻപുട്ട് കണക്ഷൻ എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. therefore ഈ ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരുന്നാല് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.